ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അലിൻ ജോസ് പെരേരയും ഷാനിബയും അഭിലാഷുമാണ്. ഹായ്. നമസ്കാരം. നമ്മൾ ഇന്ന് ഇപ്പോൾ കൂടിയിരിക്കുന്ന എന്തിനായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്തായിട്ട് ഒരുപാട് വിവാദപരമായിട്ടുള്ള വീഡിയോകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അറിയാനായിരുന്നു. അതിനെപ്പറ്റി എന്താന്നുള്ളത് നമ്മളോടൊന്ന് പറയോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് എന്താണ് തുടക്കം എന്നുള്ളത് ഞാൻ പറയാം. പെരേര അതിനെക്കുറിച്ചുള്ള തുടക്കം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാനും പെരേരയും കൂടെ കൂടി, പെരേരയുടെ ഒരു സംവിധായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ പുതിയൊരു മൂവി തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ പെരേരനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊജക്റ്റ് വീണ്ടും ആരംഭിച്ചു. ഇവൻ്റെ ഒരു അലിയേട്ടൻ്റെ പെണ്ണ ആൻസി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ അഭിനയം കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് വിളിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് അപ്പോൾ എന്നെയും കൂട്ടി. ബ്രൈറ്റ് വരണ്ടായിരുന്നു. അപ്പോൾ ബ്രൈറ്റിന് എന്താ തിരക്കുള്ളതുകൊണ്ട് ബ്രൈറ്റ് പോയി. അപ്പോൾ എന്നെയും കൂട്ടി ഞങ്ങളിങ്ങനെ തമ്മനത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വിളിച്ചു, തമ്മനം വഴി വന്നപ്പോൾ ഒന്ന് വിളിച്ചു. കാരണം കോളനി മൂവിയിലെ ഒരു ആർട്ടിസ്റ്റാണ്. മസമന ഫാദിനാടിൻ്റെ പുതിയ മൂവിയുണ്ട്, കോളനിയിൽ നല്ലൊരു വേഷം ചെയ്താണ്. അതുപോലെ റിയാസ് ഖാൻ്റെ പടത്തിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, എടി ഞങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്, വല്ല കടിഞ്ചായൊക്കെ ഉണ്ടാക്കി തരാണ്ട് കുടിച്ചിട്ട് വന്ന് തമാശയ്ക്ക് പറഞ്ഞു. അവർ ചേട്ടാ ഞാനിവിടെ ഉണ്ട്, അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളൊന്ന് കയറിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഈ വീട്ടിൽ വന്നു, ഒരു ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അലിൻ പെരേര അറിയാമല്ലോ, പുള്ളിക്കാരൻ അവിടെ ചെന്നുള്ള ഡാൻസിൻ്റെ റീൽസ് എടുക്കും. അതിപ്പോൾ വഴിയിൽ വെച്ച് ഏതെങ്കിലും പെൺകുട്ടീനെ കണ്ടാലും ഡാൻസ് കളിക്കും. അതുപോലെ ഞാനും അതെ. അത് ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടല്ലായിരിക്കും ഡാൻസ് കളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു സന്തോഷം, ഞങ്ങൾക്ക് ഒരു സന്തോഷം, അറിയാമല്ലോ. അത് അപ്പോൾ തന്നെ 1-2 വീഡിയോസ് ഞാൻ പിടിച്ചു എൻ്റെ വീഡിയോസ് ഇവനും പിടിച്ച്, അങ്ങനെ 1-2 പാട്ട് അതിൽ ആദ്യമേ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ തമ്മിലുള്ള ഒരു പാട്ടാണ്. റീൽസ് അപ്ലോഡ് ചെയ്തു, പിന്നെ ഇവൻ്റെ ചെയ്തു. അപ്പം ഒരു വൈകിട്ട് സമയത്ത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കാക്കനാട് ക്ഷേത്രത്തിൽ. പരിപാടിക്ക് പോയപ്പോൾ ജംഗ്ഷനിൽ വെച്ച് ഞാൻ, ബ്രൈറ്റ്, നിഷ ബീസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കിയിലുള്ള ഒരു കുട്ടി മായ എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ആയിട്ട് ചെയ്ത് ക്രൂ ആണ്. അപ്പൊ എന്റെ പ്രോഗ്രാം കൊണ്ട് ഇവർ അടുത്തല്ലേ, കാക്കനാടല്ലേ, എല്ലാവരും വന്നു കാണാനായിട്ട് വന്നു. അപ്പൊ ഇവരും കൂടി അതിനകത്തൊരു ആദരവ് പോലെ അവർ ആദരിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പെരേരനൊക്കെ. അപ്പൊ അവിടെ വന്നപ്പോൾ പെട്ടെന്ന് പെരേര ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് കേൾപ്പിച്ച് തരിക. വോയിസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വോയിസാണ്. ഇതാരാ ഇത്? ഈ കുട്ടിയുടെ കൂടെ എന്തിനാ ഡാൻസ് കളിച്ചത്? കുട്ടിയെന്നല്ല വിളിച്ചത്, വേറെ ഇവളുടെ കൂടെ ആരാ കളിച്ചത്? ഇവളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക വെടിയല്ലേ, ഒരു വേശ്യയല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോയിസ്. അപ്പോൾ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, കാരണം അവളും ഒരു പെണ്ണാണ്, ഇവളും ഒരു പെൺകുട്ടിയാണ്, അല്ലേ? ആ രീതിയിൽ പറഞ്ഞു. ആ വോയിസ് ഇപ്പോഴേ കിടണ്ട, പെരേരയുടെയിലുണ്ട്, ബ്രൈറ്റിൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ എല്ലാവരും. കാരണം എടുത്തു വെച്ചെന്താണെന്ന് വെച്ചാൽ പിന്നീട് അവളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾക്കത് കേൾപ്പിക്കണം. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു എന്തോ ആട്ടെ, ഞെട്ടിപ്പോയി. അത് ഇനിയിപ്പോൾ വീണ്ടും അടുത്ത വോയിസ് ഇട്ടേക്കാണ്, ആ വീഡിയോ ഡിലേറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ കയറി റിപ്പോർട്ട് അടിക്കും, അല്ലെങ്കിൽ കമൻറ്റ് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ ഇവള് ഈയിടെ ഈ കഴിഞ്ഞ ദിവസം സ്മാർട്ട് പിക് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഇത് കേട്ടായിരുന്നു ഞാൻ. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ മോശമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമാണ് പറഞ്ഞത്. ഇവളവരും കൂടി പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്, അതൊക്കെ മോശമല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരാൾ പറയുമ്പോൾ അവരും കൂടെ ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് വേണമല്ലോ പറയാൻ, വേണ്ടേ? അപ്പോൾ പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവള് അതായത് അത്യാവശ്യം നല്ല ഗ്ലാമറായിട്ടുള്ള സംഭവം, ഡാൻസ്, പാട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതായത് അവള് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നൊരു കുട്ടിയാണ്, ഇടുക്കിക്കാരിയാണ്, ഇപ്പോൾ ഇവിടെ സെറ്റിലായിങ്ങനെയാണ്. അപ്പോൾ അവള് ഡാൻസ് കളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മൽ പാടില്ല. അപ്പോൾ അത് കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഇഴകി ചേർന്ന് ഡാൻസ് കളിക്കാൻ പറയും, ഇഴകി ചേർന്ന് ഡാൻസ് കളിക്കുക, അല്ല മാറി ഒതുങ്ങി മരം പോലെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അവൾ നല്ല പെർഫോമൻസ്. അപ്പോൾ ഇവള് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് റിയ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവളൊരു വെടിയാണ്, വേശ്യയാണ്, ആ രീതിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് അവൾ ഒരു കാര്യം കൂടെ റിയ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതായത് ഞാൻ മാത്രം വൈറലായാൽ മതിയെന്ന്. അപ്പോൾ തന്നെ നമുക്ക് കത്തി, അതായത് വേറൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ അലിയേട്ടൻ്റെ വേണ്ട ആൻസിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബ്രൈറ്റൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് സീനില്ല, അവർ മരിച്ചു പോകണ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു. അതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ അഭിനയിക്കില്ല, ബ്രൈറ്റിനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണം, എന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നല്ല വിഷമമായി പോയി. പിന്നെ ബ്രൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രൈറ്റിനെ കണ്ടപോലെ എൻ്റെ അടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അവനെക്കുറിച്ച് അവൾ പറഞ്ഞു ഒരു ദിവസം മുറിയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയും. ഈ മുറിയിലേക്ക് ക്ഷണിച്ചെങ്കിൽ ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ്, ഇവളൊരു സ്ത്രീയാണ്, ഒരു വർക്കിന് പിന്നെ വരുമോ? ഒരിക്കലും വരില്ല. നല്ലൊരു സ്ത്രീയാണെങ്കിൽ ഒരിക്കലും പിന്നീട് വർക്കിന് വരില്ല. എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല സ്ത്രീയാണെങ്കിൽ ഞാൻ നമ്പർ വരെ ബ്ലോക്ക് ആയിരിക്കും. വരുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം അങ്ങനെയാണ് പൊതുവേ. പക്ഷേ എന്നിട്ട് വർക്ക് വന്ന് ചെയ്തു, ഒരു കുടുംബം പോലെ നിന്ന് ചെയ്തു.
രാവിലെ ഷൂട്ട് തുടങ്ങിയിട്ട് വെളുപ്പിന് 4 മണി വരെ ഷൂട്ടായിരുന്നു. ആ വീട്ടിൽ ആ ഉടമസ്ഥരുണ്ടായിരുന്നു, 3 വീട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുത്ത് അവരെല്ലാം ഞങ്ങളുടെ ഷൂട്ട് വന്ന് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവിടെ എന്ത് നടക്കാൻ? ഞങ്ങൾ വെളുപ്പാങ്കാലം ഇപ്പോൾ ഒരു 4 മണി സമയത്ത് നിന്ന് മയങ്ങിയപ്പോഴത്തേക്കും തന്നെ പറഞ്ഞു നേരം വെളുക്കാറായി, നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എണീറ്റ് ഒരു 6 ആയപ്പോഴത്തേക്ക് ടൗണിൽ എത്തി, എല്ലാവരും പിരിഞ്ഞു പോയി. പിന്നെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഡാൻസ്, റീൽസ്, ഇവന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ പല കൂട്ടുകാരും പറയുന്നുണ്ട് എൻ്റെ പൊന്ന അഭിലാഷ് അവൻ്റെ കൂടെ ഒന്ന് പോകുമല്ലേ, അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത് ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ എന്നോട് നല്ല സ്നേഹമാണ്, അതുപോലെ തിരിച്ചും സ്നേഹമാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പീഡന കേസ് എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ പോലെ ഞാൻ എടുക്കത്തില്ല. ആണോ ഇല്ലയോ? നമുക്കൊരു പേടിയുണ്ടാവും. ഇന്നും വന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയൊന്നുമില്ല. പേടിയെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണ് അലിൻ ജോസ്. അത് ഞാൻ മാത്രമല്ല, ചെറുപ്പം പോലെ അവനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വേറെ ഇതല്ല, ഒരു കുഞ്ഞു മനസ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് വിട്ട് തുറന്ന് പറയും, ചിരിക്കും. അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞാൽ അവൻ്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ചിലപ്പോൾ ഒരു സ്നേഹം കിട്ടിയപ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, ഒരു ആൾ മാത്രമല്ല തെറ്റ് ചെയ്തേക്കണേ, 2 പേരും തെറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം തെറ്റ് പറയുന്നത് ശരിയല്ല. ആണോ ഇല്ലയോ? ഇപ്പം റീൽസ് ചെയ്യുകയാണെങ്കിലും ഇവളുടെ ഷാനിബയുടെ സംഭവം ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. ആണോ ഷാനിബ? അല്ലേ? അല്ലാണ്ട് ബലമായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? അത് ഇങ്ങനെ റീൽസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുവാദമില്ലാണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ, ഉമ്മ വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് പറയാനാണ്? അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാനിബേനയിലേക്ക് വലിച്ചടച്ചുകൊണ്ടാണ് ഷാനിബയോട് ഞാൻ ഈ കേസ് പറഞ്ഞപ്പോൾ ഷാനിബ പറഞ്ഞു, ചേട്ടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് വെച്ചു. നേരല്ലേ? ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇവിടെ ഡാൻസ് കളിച്ചത്. കാരണം ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേറെ സാഹചര്യം ഉണ്ട്, അതിപ്പോൾ തുറന്നു പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും ഇവളൊരു ആർട്ടിസ്റ്റ് നിലയിൽ ഞങ്ങളിപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തെറി കമൻസാണ് വന്നിരിക്കുന്നത്. തെറി കമൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിബിൻ ജോർജ്, നമ്മുടെ സുഹൃത്താണ് മിമിക്രി ആർട്ടിസ്റ്റ്, ചാനലിൽ പറഞ്ഞു എന്നാ അദ്ദേഹത്തിൻ്റെ കാല് വയ്യല്ലോ. അപ്പോൾ കാല് വയ്യത് പല മോശമായ കമൻസ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞ് ഈ കമൻസ് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു എനർജിയാണ് ഉണ്ടാവുന്നത്. നമുക്ക് കുറേ തെറിയും കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് ഉയരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ആലുവയിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ പുള്ളി സൂചിച്ച് ജയിലിൽ കിടക്കുവാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. ഇപ്പം ഇത് നിസ്സാരമായൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നൊരു കേസാണ്. ആ കുട്ടിക്ക് എന്താ പറയുക 39-40 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് തന്നെ തീരുമാനിക്കുക, ഇതൊക്കെ പക്വതയില്ലാത്ത ഒരാളാണ്, ഇദ്ദേഹത്തിനോടൊപ്പം ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആണോ ഇല്ലയോ? അപ്പോൾ അവൾക്ക് തന്നെ ഒഴിഞ്ഞു മാറാവുന്ന കേസുള്ളൂ അല്ലേ? പക്വതയില്ലാണ്ട് അവർ തമ്മിൽ പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ സിനിമയിൽ അഭിനയിക്കുക, ലൈഫിൽ എൻജോയ് ചെയ്യാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം പക്വതയില്ലാത്ത ഒരാളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. പിന്നെ വൈറലാവണമെങ്കിൽ കുഴപ്പമില്ല, ആരൊക്കെ വന്നാലും ഇവർ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോഡിയാണെങ്കിൽ അടുത്ത വർക്കിലാണെങ്കിൽ അവർക്ക് ഒന്നിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളിടയ്ക്ക് വന്ന് ഡാൻസ് കളിച്ചു എന്ന് വെച്ച് ഒന്നും ആവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇവൻ്റെ കൂടെ പോകുന്നുണ്ട് എങ്കിലും ആൾക്കാർ ആരെയാണ്? ആറാട്ടനെ ഇവനെയല്ലേ അറിയുന്നത് മെയിനായിട്ട്. ആണോ ഇല്ലയോ? അപ്പം ഞങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുള്ളൂ. പക്ഷെ മെയിനായിട്ട് അറിയുന്നവരാ ആറാട്ടനും അലിൻ ജോസ് പെരേരയും എന്ന് പറഞ്ഞ പോലെ. ഞങ്ങൾ ഈ കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും വന്ന് ഡാൻസ് കളിച്ചാലും ഇപ്പോൾ റിയ, അലിൻ ജോസ് പെരേര ഇവരാണ് അറിയുന്നുള്ളൂ. പക്ഷേ കുശുമ്പും കുന്നായ്മയും വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ കുറേ കുന്നായ്മ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഇതൊരു കുഞ്ഞു ലോകമാണ്. ഈ ലോകം നാളെയൊക്കെ നമ്മൾ ഈ ലോകം തന്നെ വിട്ടുപോകാനുള്ള ആൾക്കാരാണ്. ആണോ ഇല്ലയോ? പിന്നെ ഞാൻ പൊതുവേ എന്ന് പറയുക കമൻസ് ചിലവർ അയക്കുമ്പോൾ ചിലതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് അതുപോലെ മോശമായിട്ട് കമൻസ് എഴുതുന്നവർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തു പോകും. അല്ലാത്തവരോട് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. പല കമൻസ് എനിക്ക് വരാറുണ്ട്. ചിലവർ മുടി വെട്ടാൻ പാടില്ലേ, അതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പല കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിന് നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ ചില വീട്ടുകാർ ഇവിടെ, അതായത് അലിൻ ജോസിൻ്റെ ഫാമിലിനെ പറയുമ്പോൾ നമുക്ക് നോക്കും. കാരണം എൻ്റെ അമ്മയല്ലെങ്കിലും നമ്മുടെ അമ്മേനെ പോലെ കണ്ടുകൊണ്ട് ഞാനായിരിക്കും ചിലപ്പോൾ കയറി റിപ്ലൈ. അതുപോലൊരു സംഭവം റിയയെ ആലുവയിലെ വെടി എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് വന്നു. ഇത് പറയാൻ കാരണം റിയൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞ കേസാണിത്. ആലുവയിലെ വെടി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ അവിടെ നിൻ്റെ അമ്മയാണോന്ന് ചോദിച്ച് ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ഇട്ടു. വേണമെങ്കിൽ എൻ്റെ ഇത് എടുത്തു തരാം, ലിങ്ക് എൻ്റെ പേജിൽ നിന്ന് പോയിട്ടില്ല, ഞാൻ എടുത്തു തരാം. അതിലായിരിക്കും നിൻ്റെ അമ്മയായിരിക്കും, അതുകൊണ്ടാണ് നീ എങ്ങനെ പറയുന്നത് പറയുമ്പോൾ അവൻ എൻ്റെ വീട്ടുകാരെ കയറി വിളിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ റിയ പറഞ്ഞതിനോ എൻ്റെ ചേട്ടനെ പോലെ ചേട്ടൻ തിരിച്ചു വിളിച്ചല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയാണ് എന്നെക്കുറിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞു. അത് കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ വലിയ നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നോ നമ്മൾ പറയാനുള്ളത്. മനുഷ്യന് ഉള്ള എല്ലാ വികാരം വിചാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നുവെച്ചാൽ ആരെ കയറി പിടിക്കാനോ നശിപ്പിക്കാനോ വലിച്ചു കീറാനോ നമ്മൾ പോകാറില്ല. മനസ്സിലായില്ലേ? മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഭൂമിയിൽ.
മദ്യപിക്കുന്നവർക്ക് ഇഷ്ടമാണ്, അവരെ വ്യക്തിപരമാണ് മദ്യപാനം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്യുന്നവർ ഇഷ്ടമാണ്, അല്ലാണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞാണെന്ന് പറയുന്നില്ല. ഈ ലോകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും എൻജോയ് ചെയ്തു പോകും. അതാരും അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വിടാറില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകണേ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞാണ്, അല്ലെങ്കിൽ ഞാനെയ്യോ ഒരു പെങ്കൊച്ചൊന്നും നോക്കില്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യരുടെ എല്ലാ വികാരം നമുക്കുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയും, അത് പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അലിൻ ജോസ് പെരേരയുടെ ഇത് കാരണം ഉണ്ടായത് ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നത്. അത് നമ്മുടെ ഷാനിബയാണ്. അപ്പോൾ ഷാനിബ പാവം എന്താ ചെയ്യുക, കാരണം പറയാൻ കാരണം ഉണ്ടല്ലോ, ദൈവം തമ്പുരാണ് സത്യം. കോളനി എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഫോട്ടോ കൊച്ചിയിലും അതുപോലെ നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളെന്ന് പൈസയിലായിരുന്നു. ഇവിടെ വന്നാണ് ഞങ്ങളുടെ യൂണിറ്റുകാർ മൊത്തം കിടന്ന്, അതായത് ഇവിടെ താമസിച്ച് ഇവളുണ്ടാക്കിക്കൊണ്ട ഫുഡും കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്തോ ഒരു ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരുന്നത്, ഇവിടെ കടം വാങ്ങണയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് നമുക്ക് വേണ്ടപ്പെട്ടവർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുറച്ച് പേര് വേണ്ടപ്പെട്ടവർ വരിക, അപ്പോൾ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമ്മുടെ കടമയാണ് അല്ലേ. അതിപ്പോൾ കടം വാങ്ങിയിട്ടാണേലും നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു മാന്യത. നമ്മളെങ്ങനെ ജീവിക്കുന്നല്ല, നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്ന എന്നാണ് എൻ്റെ ഒരു മാന്യത. അത് ഞാൻ കാണിക്കും. അതിപ്പോൾ 10 പേരല്ല 100 പേര് വന്നാലും ഞാനത് ചെയ്തിരിക്കും.